Speaker has given a ruling under Rule 349. ചൈനയെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോരുത് പാർലമെന്റിൽ നിന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെയും നമ്മുടെ പ്രധാന വിശ്വഗുരുവിന്റെയും അതുപോലെ തന്നെ അമിറ്റിന്റെയും ഒക്കെ മൂട്ടിൽ പട്ടക്കം പൊട്ടിക്കുന്ന എഫക്റ്റാണ്. അതുകൊണ്ട് ചൈന എന്നൊരു അക്ഷരം പാർലമെന്റ് മിണ്ടിപ്പോരുത്, പോളണ്ട് മിണ്ടരുത് എന്ന് പറഞ്ഞ അതേ അവസ്ഥ. ഇനി പോട്ടെ, ചൈന വേണ്ട, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധം അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭീഷണി കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല. ഇത് വിശ്വഗുരുവിന്റെ രാജ്യമാണ്, ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ ഞങ്ങളെല്ലാം സെറ്റാ. രാജ്യം ദൈവം നോക്കുന്ന, കറക്റ്റ് നേരിട്ട് നോക്കുന്ന രാജ്യത്ത് എന്തിനാണ് നിങ്ങൾ ഇവിടെ ബുദ്ധിമുട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞത്? പ്രതിരോധത്തിന് ഒരു പ്രശ്നമില്ല, ഇവിടെ മിണ്ടാൻ പാടില്ല. പോട്ടെ, ഇനി ഇത് രണ്ടും വേണ്ട, നമ്മുടെ രാജ്യത്തിന്റെ രാജ്യസ്നേഹത്തിനെ പറ്റി ഇവിടെ സംസാരിക്കാൻ പറ്റുമോ? അതും പാടില്ല. അത് ഞങ്ങൾ സംഖ്യകൾക്ക് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ നിങ്ങൾ എന്താ പറയുക, പ്രതിപക്ഷമാണെങ്കിലും നിങ്ങൾ കോൺഗ്രസ്സുകാരാണെങ്കിലും നിങ്ങൾ രാജ്യത്തെ വേറെ ഏത് സംഖ്യകളല്ലാത്ത ഒരാൾക്കും രാജ്യസ്നേഹത്തിനെ പറ്റി മിണ്ടാൻ പാടില്ല. അത് മിണ്ടിക്കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? അത് രാജ്യദ്രോഹ കുറ്റാവും. അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവെന്നല്ല ഒരു മനുഷ്യനും രാജ്യസഭയിലോ ലോക്സഭയിലോ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല എന്നാ. എന്താലേ നമ്മുടെ രാജ്യത്ത് അണ്ടാമുണ്ടി സാരങ്ങൾ അവിടെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ, അത് പ്രത്യേകിച്ച് ഈ പാർലമെന്റിൽ ഈ ലോക്സഭയിലെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ഈറ്റിങ്ങൾ ഇതല്ല. അതായത് നിങ്ങളൊന്ന് വിദ്യാഭ്യാസവും വിവരവും ഒരു കുണവുമില്ലാത്ത കുറേയാണ് അവിടെ പോയി ഇരിക്കുന്നത്. ഐറ്റലോണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ രാജ്യത്തിൽ ഇപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും കാര്യത്തിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. എല്ലാവരും കൂടി ചാടി പുറപ്പെടും. പിന്നെ MP-മാർക്ക് ഇത് സംസാരിച്ച MP-മാർക്ക് സസ്പെൻഷൻ കൊടുക്കും. ഇന്ന് 8 പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താ പറയുക, ഡീൻ കുര്യാക്കോസും അതുപോലെ തന്നെ ഇയാക്കും ഒക്കെ ഉണ്ട്. നമ്മുടെ IB-യുടെയൊക്കെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരൊക്കെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ട് മിണ്ടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇനി പ്രധാനമന്ത്രി ഒന്നും മിണ്ടാനേ പാടില്ല. രാഹുൽ ഗാന്ധി ഇന്നലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞപ്പോഴേക്കും ചാടി വീണ് നമ്മുടെ സ്പീക്കർ. നോ സംസാരിക്കരുത്, പ്രധാനമന്ത്രിയുടെ പേര് ഇവിടെ പറയണ്ട. ഞങ്ങൾ പറയും, നിങ്ങൾ എന്ത് പറയും, നിങ്ങൾ അത് സംസാരിച്ചാൽ മതി, അതിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ മിണ്ടരുതെന്നാണ് പറഞ്ഞത്. എന്തത്ര പേടി, ആരെ എത്ര പേടി, എന്തിനാണ് ഇത്ര പേടി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പേടിക്കാനുണ്ട്. മോദിക്കും മോദിയുടെ കൂട്ടർക്കും പേടിക്കാൻ 100 കാര്യങ്ങളുണ്ട്. സംഖ്യകളെ പച്ച തീട്ടം കൊടുത്ത് പറ്റിച്ച് ഇവിടെ നിർത്തുന്ന പോലെയല്ല. ഇന്ത്യയുടെ പുറത്തോട്ടെ നമ്മുടെ രാജ്യത്തിന് പേടിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് കുരയ്ക്കും, പാർലമെന്റിൽ നിന്ന് കുരച്ച് ചാടും. അതിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ കുരയ്ക്കും. ആ കുരയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇന്നും നമ്മൾ അതാ കേട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും ബാക്കിയുള്ളവർക്കും പാർലമെന്റിൽ വാ തുറക്കാൻ പറ്റാത്തത്. തുറന്നു കഴിഞ്ഞാൽ പറഞ്ഞ് കൊര തുടങ്ങും. ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗം തടസ്സപ്പെടുത്തി. രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ പ്രതിപക്ഷം അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ എന്ത് പറയും, മറ്റവർക്ക് BJP-ക്കാരോട് സംസാരിച്ചാലും പറയും, ഇവ മുണ്ടണ്ട ഞങ്ങൾ സംസാരിച്ചോ എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്ന് രാഹുൽ ഗാന്ധി അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ നന്ദി പ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുന്നത്, സമ്മതിക്കാണ്ടിരിക്കുന്നത്. ഇതിന് ചില കാര്യങ്ങളുണ്ട്, 3 പോയിന്റുകളുണ്ട്, വ്യക്തമായിട്ടുള്ള 3 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ അമേരിക്ക, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്നലെ രാത്രി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ വിശ്വഗുരു മടങ്ങി കുത്തി ഇങ്ങനെ നിന്നത്, കുനിഞ്ഞിട്ട്, വെറും ഇങ്ങനെയല്ല, ഇങ്ങനെ കുനിഞ്ഞാൽ നിന്നെടുത്ത് ഇങ്ങനെ കുനിഞ്ഞു അക്കിക്കൊണ്ടിരുന്നോടെ. അതാണ്ടായത്. അപ്പം അത് എന്തുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനത്തെ ഡീലുകളൊക്കെ കഴിഞ്ഞ 4 മാസങ്ങളായിട്ട് ഒന്നും നടക്കാണ്ട് വെച്ച ഡീലുകളൊക്കെ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ ക്ലിയർ ആയി? ഇന്നലത്തെ ഒരു ഒറ്റ ദിവസത്തിന്റെ തൊട്ട 2-3 ദിവസത്തെ കാര്യങ്ങൾ നോക്കണം നിങ്ങൾ. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒന്ന് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ പറ്റി പറയാം. ഏതായാലും ട്രേഡ് ലീഡും കർഷകരും അതും കൂടെ പറയാനുണ്ട് ഈ ഒരു വിഷയത്തിൽ. അതായത് നമ്മൾ ഈ ട്രേഡ് ഡീൽ വരുന്ന സമയത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞു. അതിനെ സ്വാഗതം ചെയ്ത് നമ്മുടെ വിശ്വഗുരു പോസ്റ്റ് ഇട്ടു. ഇന്നിപ്പം റഷ്യയുടെ സൈഡിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഇതുവരെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്രൂഡ് വാങ്ങിക്കില്ല എന്നുള്ളത് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പം GN ഒന്ന് പറയണം എന്താണെന്നുള്ളത്. അല്ലാണ്ട് ജീനെ ഇന്ന് രാവിലെ തന്നെ പാർലമെന്റ് കൂടുന്നതിന് മുമ്പ് ജിക്ക് മാലിട്ട് സ്വീകരണം നടത്തിയിരുന്നു. നമ്മുടെ നാട്ടിലെ സംഖ്യകളും പിന്നെ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ ഈ ഡൽഹിയിൽ സ്വീകരണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞിരുന്നോ അത്? അപ്പൊ അതിന്റെ ഇടക്കാണ് റഷ്യ വന്നിട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ആരും വാങ്ങൂല ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് വാ തുറക്ക ഒരു ചാൻസും ഇല്ല. മിണ്ടാണ്ട് എവിടെയെങ്കിലും പോയി ഔട്ടിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇപ്പം അങ്ങനെ കാര്യം നടന്നിട്ടുണ്ട്. അതല്ലാണ്ട് അമേരിക്കയുടെ കൃഷി മന്ത്രി ഇന്ന് വന്നിട്ട് ഒരു ട്വീറ്റ് ഇട്ടുണ്ട്. ആ ട്വീറ്റിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞത് എന്തൊക്കെയാന്നുള്ളത്. ന്യൂ US-India deal will export more American farm product to ഇന്ത്യൻ മാസീവ് മാർക്കറ്റ്. ഇന്ത്യയിലെ മാസീവ് മാർക്കറ്റിലോട്ട് അമേരിക്കയുടെ പ്രൊഡക്ട്സ്, ഏത് പ്രൊഡക്ട്സ്, ഫാം പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ലിഫ്റ്റിംഗ് പ്രൈസ് ആൻഡ് പമ്പിംഗ് ക്യാഷ് ഇൻ ടു റൂറൽ അമേരിക്ക. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥക്കും ഇതൊരുപാട് ഗുണം ചെയ്യും. മാത്രമല്ല ഇൻ 2024 അമേരിക്കസ് അഗ്രികൾച്ചർ ട്രേഡ് ഡെഫിസിറ്റ് വിത്ത് ഇന്ത്യ വാസ് 1.3 ബില്യൺ. അതായത് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഇന്ത്യ 2024 1.3 ബില്യൺ ആയിരുന്നു. ഇനി ഇന്ത്യസ് ഗ്രോയിങ് പോപ്പുലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് ഫോർ അമേരിക്കൻ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് ആൻഡ് ടുഡേസ് ഡീൽ വിൽ ഗോ എ ലോങ് വേ ടു റെഡ്യൂസിങ് ദിസ് ഡെഫിസിറ്റ്. അതായത് 2024 ഉണ്ടായിരുന്ന ആ ഒരു ഡെഫിസിറ്റ് മാറാൻ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് പോപ്പുലേഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് അവർ 0%
താരിഫിൽ ഇങ്ങോട്ട് സാധനങ്ങൾ വിടും. അമേരിക്ക നമ്മൾ 18 ആണെങ്കിലും അവസാനം 18 എത്തിയെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് 0%. അത് ഇവിടെ കൊണ്ട് ഇറക്കും. ഇന്ത്യയുടെ ഫാമേഴ്സിന്റെ കൊത്തിലടി കിട്ടും. അതാണ് സംഭവം, സിമ്പിളായിട്ട്. അതിനെപ്പറ്റി ആരെങ്കിലും മിണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. വാ തുറന്നു കഴിഞ്ഞാൽ പണി പോവുക. അവസാനം ഒരു കോട്ടം കൊണ്ടുണ്ട്. അമേരിക്ക ഫസ്റ്റ് വിക്ടറി ഓൺ ടോപ്പ് ഓഫ് ദ ഡസൻസ് ഓഫ് ഡീൽസ് ഫോർ എച്ച്. അതായത് അമേരിക്കയുടെ ഏറ്റവും ബെസ്റ്റ്, ഒരുപാട് ഡീലിലെ ഏറ്റവും ബെസ്റ്റ് ഡീലാണ്. ഇവിടെ ജയിച്ചത് ആരാ? അമേരിക്കയാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ അമേരിക്കയാണ്. ഇന്ത്യ തുടക്കത്തിലെ ഇന്ത്യ അമേരിക്ക ഇത് പുതുതായിട്ടുണ്ടായൊരു സംഭവമൊന്നുമല്ല. കുറേ കാലങ്ങളായിട്ട് ഇന്ത്യ അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് അവസാനം മോദിയുടെയും അല്ലെങ്കിൽ മോദിയുടെയും ജയശങ്കറിനെയും ഊളത്തരം കാരണം നമ്മൾ കഴിഞ്ഞ 4 മാസം മുമ്പ് ഈ അവസ്ഥയിൽ എത്തിയതാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേലെ പണി കിട്ടി ഒരു പണി കിട്ടിയെടുത്ത് 15 പണി തലയിൽ വാങ്ങിയിട്ട് അവസാനം ആ 1ാമത്തെ പണി സമ്മതിച്ച് തല കുരിച്ച് നിന്നിട്ട് ഒരു എളുപ്പമില്ലാണ്ട് പോയിട്ടാ മാലട്ട് വാങ്ങിച്ചത്. ഞാൻ എന്തോ ചെയ്തു എന്നും പറഞ്ഞിട്ട് കഷ്ടം. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കാര്യത്തിലോട്ട് വരാട്ടോ. അതിൻ്റെ ഇടക്ക് വെറുതെ കുറെ അതൊന്നും പറഞ്ഞു പോട്ടെ. मोदी जी घबराए हुए हैं. आपने देखा जो ट्रेड डील 4 महीने से रुकी हुई थी. 4 महीने से कुछ बदला नहीं. किसी न किसी कारण, जो मैं जानता हूं नरेंद्र मोदी जानते हैं, नरेंद्र मोदी जी ने कल शाम उस डील को साइन कर दिया. नरेंद्र मोदी जी पर प्रेशर है, भयंकर प्रेशर है. और नरेंद्र मोदी जी का जो इमेज का गुब्बारा है, जो हजारों करोड़ रुपए लेकर बनाया गया था, वो फूट सकता है. इशू ये नारावाने की स्टेटमेंट नहीं है, ये साइड शो है. और वो भी जानते हैं, मैं भी जानता हूं. मेन बात यह है कि हमारे प्रधानमंत्री को कॉम्प्रोमाइज कर दिया गया है. किसने किया है, कैसे किया है, यह हिंदुस्तान की जनता को सोचना है. मगर इतिहास में पहली बार हिस्ट्री में एलओपी को प्रेसिडेंशियल एड्रेस में नहीं बोलने दिया. बाहर बोल दीजिए, जो अंदर नहीं दिया जा रहा है. वो तो ऑटोमेटिकली होगा जी. बट ये आप समझिए, और हिंदुस्तान के जो किसान हैं आप सब समझिए कि इस ट्रेड डील में आपकी मेहनत को, आपके खून पसीने को नरेंद्र मोदी जी ने बेच दिया है. और वो इसलिए बेचा है क्योंकि कॉम्प्रोमाइज्ड है. सिर्फ आपको नहीं बेचा है, देश को बेचा है. इसलिए मुझे वहां नहीं बोलने देना है. नरेंद्र मोदी जी डरे हुए हैं क्योंकि जिन लोगों ने उनकी इमेज बनाई है वो अब उस इमेज को फोड़ने लगे हैं. 3 കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ ട്രേഡ് ഡീലും കർഷകരും കഴിഞ്ഞ 4 മാസമായിട്ട് തടഞ്ഞു വെച്ചിട്ടുള്ള ഒരു ട്രേഡ് ഡീല് നരേന്ദ്രമോദി പെട്ടെന്ന് ഒപ്പിട്ടതായി നമ്മൾ കണ്ടു. ഈ കരാറിലൂടെ കർഷകരുടെ അധ്വാനവും രാജ്യത്തെയും മോദി വിറ്റു എന്ന് തന്നെ പറയണം. ഇതിന്റെ പിന്നിൽ വലിയ സമ്മർദ്ദമുണ്ട്. എന്തുകൊണ്ട് ഈ വിക്കൽ ഇന്ത്യനെ ഇങ്ങനെ വിറ്റാനുള്ള കാരണത്തിനുള്ള സമ്മർദ്ദത്തിനുള്ള 3 കാരണങ്ങൾ പറഞ്ഞു. एक अदानी जी पर केस है यूनाइटेड स्टेट्स में. वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एक वो है. दूसरा है एप्स्टाइन फाइल्स. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है. इसीलिए इस दबाव में आकर एप्स्टाइन फाइल्स में जो है, जो पूरा देश जानना चाहता है मगर अभी अमेरिका ने रिलीज नहीं किया है. और दूसरा जो अदानी जी पर केस है, जो एक्चुअली मोदी जी पर केस है, क्योंकि वो बीजेपी का फाइनेंशियल स्ट्रक्चर है, मोदी जी का फाइनेंशियल स्ट्रक्चर है. तो ये 2 प्रेशर पॉइंट्स हैं. और आप ये बात समझ लो, देश ये समझ ले कि प्रधानमंत्री कॉम्प्रोमाइज्ड है. അദാനി കേസും എപ്സ്റ്റീൻ ഫയൽസും. അതായത് പ്രധാനമന്ത്രിയുടെ മേലുള്ള യഥാർത്ഥ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളിൽ ഒന്ന് എപ്സ്റ്റീൻ ഫയൽസ് ആണ്. എപ്സ്റ്റീൻ ഫയൽസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എപ്സ്റ്റീൻ ഫയൽസിൽ ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. അമേരിക്ക ഇതുവരെ അത് പുറത്തു വിട്ടിട്ടില്ല. അതിന്റെ ഒരു ചാറ്റിലും ഒരു മെയിലും നമ്മുടെ ജിയുടെ പേര് വന്നപ്പോഴേക്കും നമ്മൾ ട്രേഡ് ഡീലിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് കാണാൻ പറ്റാതൊന്നും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ തൂങ്ങിച്ചാവണമായിരിക്കും നല്ലത്. പിന്നെ അദാനിയുടെ കേസ് അതായത് നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രി അദാനിക്ക് വരുന്ന സെമൻസുകൾ കൊടുക്കാണ്ട് അല്ലെങ്കിൽ അത് തിരിച്ചു വിട്ടുകൊണ്ടിരുന്ന അവസാനം അവർ ഡയറക്റ്റ് കോടതി ഇമെയിൽ ത്രൂ അദാനിക്ക് സെമൻസ് അയക്കാൻ നിൽക്കുകയാണ്.
അവിടുത്തെ കേസിന്റെ ഭാഗമായിട്ട്, അവിടുത്തെ ഗ്രീൻ എനർജി കേസിന്റെ ഭാഗമായിട്ട് അഴിക്കാൻ വേണ്ടി നിൽക്കുന്ന വാർത്ത നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി. അവിടെ ആ 2 കേസുകൾ വന്ന് നടക്കുന്നുണ്ട്. അതായത് BJP-യുടെ സമ്പദ് വ്യവസ്ഥയാണ് അദാനിയുടെ സമ്പത്ത്. അദാനിയുടെ സമ്പത്തിന് എഫക്ട് ചെയ്താൽ BJP-യുടെ സമ്പത്തിന് എഫക്ട് ആവും, രാജ്യത്തിന്റെ സമ്പത്തിന്. ആ അവസ്ഥയിൽ രാജ്യത്തിന്റെ ഏകദേശം അത്രയും വലിയൊരു പെർസെന്റേജ് അദാനിയുടെ പോക്കറ്റിലിട്ടാണ് കൊടുത്താൽ നിൽക്കുന്നത്. അദാനിക്ക് ഒരു എഫക്ട് വന്നു കഴിഞ്ഞാൽ മൊത്തം നമുക്കിട്ട് പണി കിട്ടും. അത് കണ്ട് പേടിച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ട്രേഡ് ഡീലുകൾ പോയി സൈൻ ചെയ്തത്. പിന്നെ എപ്സ്റ്റീൻ ഫയൽസിന്റെ കാര്യം അതവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ, പ്രധാനമന്ത്രി കോംപ്രമൈസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഭയന്നിരിക്കുകയാണ്. അദ്ദേഹം പല കാര്യങ്ങളും വിട്ടുവീഴ്ച ചെയ്യുന്ന രീതി, രാഹുൽ വിട്ടുവീഴ്ച ചെയ്യാനുള്ള യഥാർത്ഥ കാരണം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ ഉള്ളതുകൊണ്ട് അതിന് പേടിച്ചിട്ടാണ് ഇപ്പം നമ്മുടെ മോദിജി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഈ കാര്യങ്ങൾ രാഹുൽ സഭയ്ക്കകത്ത് സംസാരിക്കും എന്ന് പേടിയുള്ളതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഇന്നലെ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന്റെ പേരും പറഞ്ഞ് രാഹുലിനെ സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംസാരിപ്പിക്കാണ്ടിരിക്കുന്നത്. ഈ വാണങ്ങൾ സകലത് ഇരുന്നിട്ട് രാഹുലിനെ സംസാരിപ്പിക്കാണ്ടിരിക്കാനുള്ള മെയിൻ കാരണം ഇതൊന്നാണ്. ഇനി ഞാനിപ്പോൾ ഇത്രയും നിങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്ക്. രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിക്കാൻ എഴുന്നേറ്റ സമയം മുതൽ ഇവന്മാർ കിടന്ന് കുരയ്ക്കുന്ന കുര നിങ്ങൾ കണ്ടു നോക്ക്. സ്പീക്കറുടെ സഹായത്തോടു കൂടി ആ പാർലമെന്റിൽ ഇരിക്കുന്ന സകലെണ്ണം കുരയ്ക്കുന്ന നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാൾ സംസാരിക്കുമ്പോൾ പേടി കൊണ്ട് എങ്ങനെ അയാളുടെ സംസാരത്തിന് സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ വീഡിയോയുടെ അവസാനം പോർഷൻസ് വെക്കുന്നുണ്ട്, കുറച്ച് ഒരു 6-8 മിനിറ്റ് നിങ്ങൾ കണ്ടു നോക്കും. ഓരോ സെന്റൻസ് രാഹുൽ ഗാന്ധി ഓരോ സെന്റൻസ് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് രാഹുൽ ഗാന്ധിനെ സംസാരിപ്പിക്കാണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് നമുക്കത് കാണാം. നമുക്ക് തന്നെ മനസ്സിലായി ഇതാണോ ഈ ജനാധിപത്യ രാജ്യത്തിലെ ഒരു പാർലമെന്റിലെ അവസ്ഥ, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. നിങ്ങൾ അതത് കാണട്ടോ, അത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഭയങ്കര രസമാണ് അത് കാണാൻ. चेयरमैन, कल मैंने इस आर्टिकल पर अपना भाषण शुरू किया था. स्पीकर ने कहा था कि इसे रूल के मुताबिक किया जाए. तो अब मैं चाहता हूं कि ये जो आर्टिकल है ये ऑथेंटिकेट किया जाए. आप ऑथेंटिकेट कीजिए और मैं इस पे बात करना चाहता हूं. हाँ, मैं दे रहा हूं ना, दिया है मैंने, दे रहा हूं. ये रहा, यही मैं कर रहा हूं. तो Okay. माने Give it authenticated. सर, दिस Please इज table it. table it, please. Please table it. Speaker, will sir, examine it and we'll get back to you. Chairman, right? And Chairman, sir, yeah, I have please authenticated the article. Please continue on Honorable President's speech. Yes. So, as I said yesterday, a very important matter in the President's speech is the matter of national security and our relationship between us and the Chinese and the Pakistanis. There is a very important matter that is quoted inside this article that I have authenticated, which speaks about the reaction of the Prime Minister. And Sir, I'm once again. No, please. No, sir. Once again. Sir, No, once again. Sir, I'm once again requesting you to please restrict yourself to the speech of the Honorable President. I'm requesting LOP to please There's a restrict confusion. himself to I had the a- speech of the Honorable President. let us not mislead the House. Let us clear the confusion. Today also I had requested both Venugopal ji and Gaurav ji also. We are patiently waiting to listen to the Honorable Leader of the Opposition. The matter which was referred to just now, yesterday the chair has given a ruling. On the paper on which he has authenticated, there is table in the House. But what I'm saying is, when a ruling has already been given on a matter which he referred yesterday, he can't be quoting same matter again in a pretext of making a reference indirectly. He cannot refer on the same matter. Please continue with your speech, we are waiting, but please avoid referring to a matter which has been settled. Sir, Honorable Parliamentary Affairs Minister is trying to mislead the House. Of course, he called us, me and Gaurav Gogoi. Sir, please. Sir, Parliamentary Affairs Minister when Honorable quoted me. LOP is standing. Yes, he quoted me. Sir, when That's Honorable why LOP is standing. I want to give a clarification. When Honorable on that. LOP is standing, you are Please allow me speaking. to give a clarification, sir. No. Please allow me. 1 minute. No, sir, when Honorable LOP is 1 standing, minute. you are speaking. 1 minute. Please permit him to speak. Sir, 1 minute. Please permit him to speak. Parliamentary Affairs Minister took my name. No, 1 minute clarification. No, sir, please permit him to speak. What He's is already this, sir? started his speech, sir. Sir, He sir, started what is his speech, this? sir. Let him speak. Our Speaker, what was the Speaker's ruling yesterday? Don't quote the book, don't quote the magazine. This was the only ruling of the Speaker. But, sir, No, sir, please listen to me. He started his speech. So, Please let Parliamentary him Affairs continue. I'm- He started his I need a speech. Let him clarification continue his because speech. Parliamentary Affairs Please, Minister Honorable- quoted me. Honorable He took LOP. my name.
Sir, what is, see, you want him to speak or not? This is only for, this house is only for them. This is not for us. What is this? This house is only for them. No, once again. Mr. Venugopal, kindly be seated once again. No, listen. No, please listen. What did you say just now? What did you say just now? What is this yar? What is this yar? This is Parliament. This is Lok Sabha. You can't address the chair. You cannot address the chair with yar. What is this yar? No, you cannot address the chair by saying yar. No. Please take back your words. You can't say chair yar. No. You cannot. No. Honorable LOP standing on his feet to speak. You are not allowing him to speak. माननीय राहुल गांधी जी आप बोलिएगा. No. Please allow him to speak. 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 No. चेयरमैन साहब यार कह दिया तो क्या हो गया? आफत आ गई है? No, not correct. No. There is a quorum. Not correct. That is not true. There should be a quorum of the house. There should be respect to the chair. You should know how to behave. No, not correct. Honorable Rahul ji, please speak. Please continue to speak. Speaker, sir, if the issue is about me quoting a magazine, which I have authenticated, I'm happy not to quote it directly. No problem. But I have to be allowed to speak about it. Yeah. Honorable LOP, Speaker, Rahul sir. Gandhi ji, Chairman, please sir. listen. Chairman, sir. You have been given permission to speak on the Honorable President's speech. I am speaking. What are you telling? What permission are you telling to LOP? Speaker, sir. And yesterday. Sir, Speaker, sir. And yesterday. One second. Speaker, sir. Permit Sir, him to Speaker, speak. sir. What is this? Sir, Speaker, 1 second. Sir. Speaker, sir. Sir, yesterday, Honorable Speaker has It given is not a ruling. permission that I'm being given, Speaker, sir. Yeah. I am not being given a permission. What is the permission? I am the leader of opposition of this country. You are not giving me permission. It is my Under right. Rule 349. No. Honorable Speaker has given a ruling under Rule 349. Under Rule 349, Honorable Speaker has already given a ruling. And if you don't want LOP sir to speak, I'll have to give opportunity to others to speak. If you don't want LOP to speak, I will have to give opportunity to others to speak. No, please listen. I am giving opportunity. ये नहीं चलेगा. Honorable LOP will speak. He can speak. He doesn't require your support. He will speak. 1 second, please. Chairman, sir. Speaker, sir. Please, 1 second, sir. Please, sir. Chairman, sir, I am objecting to the word permission. That is not the correct word because I am not given permission by anyone. I'm leader of opposition. So I'm just objecting to that. I have called your name. Everybody speaks with the permission of the chair. Please. Nobody Because, can sir, above the chair. there was an altercation. Everybody speaks on the permission of the chair. Please speak, sir. 1 second. 1 second, sir. Yes, please speak. Speaker, sir, our President's address was about the path that India has to chart, the direction in which India has to move. Today, on the world stage, the main issue in international affairs is the conflict between China and the United States. This is central to our President's address. This is central, as you have seen, to our budget. And all I am saying is I want to make a statement about what happened between China and India and how our Prime Minister reacted to it. Why am I being stopped? Sir, in Ladakh, in eastern Ladakh, there was a conflict. Our soldiers were killed. What is this? You keep ruling now. You keep ruling now. You keep ruling now. I have requested. I requested Honorable LOP to speak. Repeatedly, I made a request to speak on the speech of the Honorable President. Now, There is Mananiya Shri Naresh Uttam Patel ji.
माननीय श्री नरेश उत्तम पटेल जी।